സേഫ് ആയിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. നമ്മളെത്തി ബാംഗ്ലൂർ തെരുവിൽ. യശാനെ കണ്ടെത്തി. നമ്മളിപ്പോൾ ഉള്ളത് മലയാളിയുടെ 4 കിലോമീറ്റർ ഓടിക്കാൻ 40 മിനിറ്റ് എടുക്കും. സീനായി ഇവിടെ ഒരു മലയാളി, നമുക്ക് ഇയാളെ ചോദിച്ചു നോക്കാം. ഇല്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളെന്തായാലും സേഫ് ആയിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഈ കൂടുതൽ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാത്തതെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല, ഒന്നാമത്തെ കാര്യം. ഇവിടെ കുത്തിയിടാനാണെങ്കിലും സ്ഥലമില്ല. ബസ്സിൽ മറ്റേ പെൻഡ്രൈവ് കുത്തുന്നതാണ്, അതുകൊണ്ട് ഇവിടെ കുത്തിയിടാൻ സ്ഥലമില്ല. നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പം ഒരു 6-7 മണിയായി, വെളുപ്പിനെ 6-7 മണിയായി. അപ്പം ഇത്ര നേരം ഉറക്കം എണീച്ചിട്ട് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിട്ടില്ല. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ടുള്ള ബാക്കി വീഡിയോസൊക്കെ കാണിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം നമ്മൾ എത്തി ബാംഗ്ലൂർ തെരുവിൽ. അല്ല, ഇവിടെ ഊബർ കാത്ത് നിൽക്കുക. ഇത് ഏതാ ബ്രോ സ്ഥലം? സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞൂടാ. നല്ല ഊബർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇവിടെ. നമുക്ക് എത്ര വലിയ വണ്ടിയാ? യശാനെ കണ്ടെത്തിയിരിക്കുന്നു. പഴംപൊരി we are eating പഴംപൊരി actually. നടക്കാന്നാ കൊടുത്തിട്ടോ. നാളെ രാവിലെ എന്തിപ്പോ കൊള്ളത്തില്ല, പഴംപൊരിയാണെന്ന് തോന്നുന്നു. അത് അയാള് മലയാളി ഐഡിയ. റബ്ബറാ ഇതെന്തോ? ഇതിന്റെ പേര് പറ എല്ലാത്തിന്റെ. ഇത് ക്രീം മണ്ണ്, ഇത് പഴംപൊരി, ഇത് കൊഴക്കട്ട. സ്ഥലത്തിന്റെ പേര് പറ. How much bro? Actually we are in Madiwala. Madi? Here you know there are so much Malayalis. Excuse me. പൈസ കൊടുത്താ? കൊടുത്താ? എന്നാ പോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മലയാളിയുടെ പ്രിയപ്പെട്ട സ്ഥലമായ മടിവാളയിലാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ അല്ല, ഒരു ക്ലോത്ത് സ്റ്റോർ വിസിറ്റിന് പോവാണ്. റാങ്കോട്ട് കുമ്മനാട് എന്ന് പറയും. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഫുള്ള് മലയാളീസ് ആണ്. ഊബർ അല്ല, റാപ്പിഡോ ആണ് ഗൈസ്. റാപ്പിഡോ അല്ല, റാപ്പിഡോ ഈസ് ലൈക്ക് ജസ്റ്റ് ആൻ ഊബർ ലൈക്ക് ആൻ ആപ്പ്. ഊബർ പോലൊരു ആപ്പാണ് റാപ്പിഡോ. സോ അതെ, നമുക്ക് ബാക്കി വിഷയങ്ങൾ നേരത്തെ കാണാം. ഡ്രസ്സും പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഇവിടെ ഒരു 4 കിലോമീറ്റർ ഉള്ളു. പക്ഷെ ഇവിടെ 4 കിലോമീറ്റർ ഓടിക്കാൻ 40 മിനിറ്റ് എടുക്കും. അതാണ് ഇവിടുത്തെ ഒരു ഇത്. നമ്മുടെ എറണാകുളം വെച്ച് കമ്പയർ ചെയ്യില്ല. ട്രാഫിക് അനുസരിച്ച് ഇവിടെ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല, പോലീസും ഇല്ല. എവരിത്തിങ് ഇല്ലീഗൽ. ഹെൽമെറ്റ് ഒന്നും വേണ്ട അവിടെ. എല്ലാരും ഹെൽമെറ്റ് ഇട്ടേക്കുന്നല്ലേ? അത് പിന്നെ അങ്ങനെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ പ്രൊമോഷനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തോ താഴത്തെ കുറച്ച് എടുക്കണം, അവിടെ കഴിഞ്ഞു. പോവാം. ഏയ് ഗൈസ്, അപ്പോൾ താഴത്തെ കുറച്ച് വീഡിയോസ് കൂടെ എടുത്തിട്ട് ഇവിടുത്തെ പ്രൊമോഷൻ കഴിഞ്ഞ് അയ്യോ സീനായി. എന്തിനാവശ്യം എന്താ തെല്ലിടാൻ നോക്കിയത്? ഞാനല്ല. ഹലോ ഗൈസ്, നമ്മള് നെഹ്ദി മന്ദിരം വന്നിരിക്കുന്നു. കണ്ണാടി ബ്രോ ഇങ്ങനെയല്ല യാത്ര ആണോ? ഞാൻ നടന്നു വരുമല്ലോ. യാത്ര ആണോ മണ്ട കണ്ണാടി ഇടുന്നു. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന പ്രതീക്ഷ. കേരളത്തിനെ പോലെയല്ല, ഇറ്റ്സ് ബാംഗ്ലൂർ. ഇവിടെ ഒരു മലയാളി, നമുക്ക് ഇയാളെ ചോദിച്ചു നോക്കാം. എന്താണ് നഹദിയെ പറ്റിയുള്ള അഭിപ്രായം? ഹലീഖിനെ പേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് കിറ്റ് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോവാം. ബാംഗ്ലൂർ റോഡും തിരക്കാണ്, കഴിക്കുന്നിടം തിരക്കാണ്. അതാണ് ബാംഗ്ലൂർ. ആരെടുത്താ ചോദിക്കേണ്ടത്?
ഗേൾസ് ഗ്യാങ് ഉണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ വർത്താനം. നമ്മൾ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്രീ ഫുഡ് തരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അറിയത്തില്ല, നോക്കാം. ഭയങ്കര തിരക്കാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പക്ഷെ കൊച്ചിയിലില്ല. കൊച്ചിയിൽ ഇല്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. ഇല്ലിച്ചന്തി വിളിക്കുന്നുണ്ട്. ഇല്ലിച്ചന്തി സീക്രം വാങ്ങോ. എത്ര രൂപ ആണ്? എത്ര? 100. ഇപ്പൊ ബാംഗ്ലൂർ ആയപ്പോ കണ്ണാടി, വാച്ച്, മാല. കണ്ണാപ്പില്ല, ഇതൊക്കെ ഒരു ബാംഗ്ലൂർ കൾച്ചറാണ്. ഇതാണ് ഇവിടുത്തെ കൾച്ചർ. മലയാളിയല്ലോ. എന്തുവാ നീ എന്നിട്ട് മൈക്ക് കൊണ്ടുവന്നില്ല. അപ്പൊ നേരെ ബാക്കി ഇരിക്കുന്ന ഒരാൾ ചെറുക്കൻ പേടിച്ചു. അയാള് ഫുള്ള് മുടിയൊക്കെ ആരെന്ന് ചോദിച്ചാലേ നമുക്ക് അടുത്ത ആളുടെ റിവ്യൂ ചോദിക്കാം. എന്താ പറയാനുള്ളത്? എന്താണ് അഭിപ്രായം? എന്നിട്ടില്ലേ? ഫസ്റ്റ് ടൈമാ മലയാളിയാണ്. അല്ലെന്ന് മലയാളത്തിൽ സംസാരിക്കുന്നു. വെയിറ്റിംഗ് ആണോ? എന്തോ അറിയാമോ? അറിയത്തില്ല. ഇങ്ങനെ അറിയോ? യൂട്യൂബ് തന്നെ അടിച്ചിടോ. നാട്ടിലൂടെ മലപ്പുറം. അമീൻ ബ്രോ ഞാനേ വെച്ചേ. അടുത്ത ആള്